വാക്കുകൾ തേനീച്ചയെ പോലെയാണ്. ചിലത് നമുക്ക് മാധുര്യമുള്ള തേൻ സമ്മാനിക്കുന്നു, ചിലത് നമ്മെ കുത്തിവേദനിപ്പിക്കുന്നു. ഒന്നിച്ചാൽ മനോഹരമാകുന്ന ഒന്നിനെയും കാലം ഒരിക്കലും ഒരുമിപ്പിക്കില്ല. പകരം കാലം ഓർമ്മകളെ മനോഹരമാക്കി കൊടുക്കും. ഒന്നിനെക്കുറിച്ചും ഒരുപാടൊന്നും വേവലാതിപ്പെടുകയോ ചിന്തിക്കുകയോ വേണ്ട. അത് നമ്മുടെ സമാധാനത്തെയും സന്തോഷത്തെയും നഷ്ടപ്പെടുത്തും. വിശ്വാസമുണ്ടെങ്കിൽ മൗനം പോലും മനസ്സിലാക്കപ്പെടും. ഇല്ലെങ്കിൽ പറഞ്ഞ വാക്കുകളെല്ലാം തെറ്റിദ്ധരിക്കപ്പെടും. പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആഴവും ആത്മാവും. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മൾ മാറ്റിവെക്കുന്ന നമ്മുടെ ഓരോ കുഞ്ഞു സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളായിരിക്കും. 1000 ശരികൾ ചെയ്താലും തെറ്റിപ്പോയ ഒരൊറ്റ തെറ്റിന്റെ പേരിൽ നമ്മെ വിലയിരുത്തുന്ന കാലമാണിത്. മനസ്സറിയുന്നവരുടെ സാന്നിധ്യമാണ് മുറിവുണക്കുന്ന ഏറ്റവും നല്ല ഔഷധം. ഇങ്ങോട്ട് ഇല്ലാത്തത് ഒന്നും തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുമില്ല. അത് സ്നേഹമായാലും പരിഗണനയായാലും. ക്ഷമിച്ചാൽ നമ്മൾ തോൽക്കുകയാണ് എന്നതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം വിജയിച്ചിട്ടുള്ളവരൊക്കെ ക്ഷമിച്ചവരായിരുന്നു. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ജീവിക്കുന്ന നമ്മളെക്കുറിച്ച് സത്യത്തിൽ ആരും ഒന്നും വിചാരിക്കുന്നില്ല എന്നതാണ് സത്യം. നിങ്ങളെ വിശ്വസിക്കുന്ന ഒരാളോട് കള്ളം പറയരുത്. നിങ്ങളോട് കള്ളം പറയുന്ന ഒരാളെ ഒരിക്കലും വിശ്വസിക്കുകയും അരുത്. ആരെ വേണമെങ്കിലും പറ്റിക്കാം, പക്ഷേ സത്യസന്ധത പുലർത്തേണ്ട ഒരു ഇടമുണ്ട് സ്വന്തം മനസാക്ഷിയുടെ മുന്നിൽ. ചില യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ സമയമെടുക്കും. അതുവരെ കരുതിയതൊന്നുമല്ല സത്യമെന്ന് കാലം കാണിച്ചു തരും. ക്ഷമിക്കുന്നവർ ആകുക, മനസ്സിലാക്കുന്നവർ ആകുക, എന്നാൽ വിഡ്ഢിയാകരുത്. വില വെള്ളത്തിനല്ല, ദാഹത്തിനാണ്. മരണത്തിനല്ല വില, ശ്വാസത്തിനാണ്. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നു. ഈ ലോകത്ത് സ്നേഹത്തിനല്ല വില, വിശ്വാസത്തിലാണ്. ഉറക്കം വിചിത്രമാണ്. ഉറക്കം വന്നാൽ നിങ്ങൾ എല്ലാം മറക്കും. ഉറക്കം വന്നില്ലെങ്കിൽ അത് നിങ്ങളെ പലതും ഓർമ്മിപ്പിക്കും. സ്വയം തുടയ്ക്കേണ്ടി വന്ന കണ്ണുനീരും തനിയെ പറയേണ്ടി വന്ന വിഷമങ്ങളുമായിരിക്കാം ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഒറ്റപ്പെടലുകൾ. കാലം മാറാതെ തന്നെ മാറുന്ന മനുഷ്യരും ഉണ്ട്. ഇന്ന് കണ്ട പോലെയല്ല നാളെ കാണുമ്പോൾ മട്ടും ഭാവവും എല്ലാം മാറിയിട്ടുണ്ടാകും. തനിച്ചാവും എന്ന ഭയത്താൽ സ്നേഹം യാചിച്ചു വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോന്നൊരു കൂട്ട് അസാധ്യമാണ്. കുറവുകൾ കാണും, മനുഷ്യനാണ്. ആ കുറവുകളാണ് അവനെ മനുഷ്യനാക്കിയത്. അല്ലെങ്കിൽ ദൈവമായി പോവില്ലായിരുന്നോ? തണൽ നൽകാൻ കഴിയുന്ന കാലത്തോളം വിലയുണ്ടാവും. അത് കഴിഞ്ഞാൽ ഒഴിവാക്കപ്പെടും. അതിപ്പോൾ മരമായാലും മനുഷ്യനായാലും. കഴിഞ്ഞുപോയ പ്രശ്നങ്ങളോർത്ത് ദുഃഖിക്കരുത്. സംഭവിച്ചിട്ടില്ലാത്ത ഭാവിയോർത്ത് ആശങ്കയരുത്. ഇന്നിൽ ജീവിക്കുക. നിങ്ങൾക്ക് നഷ്ടമായതിനേക്കാൾ മികച്ചത് വന്നു ചേരും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. ഇതുപോലുള്ള വീഡിയോവിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.